തങ്ങളുടെ ശരീരത്തിലേക്ക് നമ്മൾ ഓതിയ മുദ്ദനബിക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നതാണ്. ആ നേതാവിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളിൽ നിന്നും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി നയിക്കുമെന്നാണ് തുണയ്ക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കൊണ്ട് ഉംറ കൊണ്ട് മർദിയായ സിയാറത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കബറടക്കപ്പെട്ടവർ, അല്ലാഹു അവന്റെ വിശാലമായ മഗ്ഫിറത്തിലും റഹ്മത്തിലും അവരെയും നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അല്ലാഹു നമ്മയും വേണ്ടപ്പെട്ടവരെയും എപ്പോഴും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദൈനംദിനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ നിസ്കാരത്തെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ നിസ്കാരം നിലനിർത്തുന്നവരാകണം. അതിന്റെ സ്വലാത്ത് ദിക്രി, നിങ്ങൾ 5 നേരം നിസ്കരിക്കണം. അത് എന്റെ സ്മരണയാണ്. എന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ 5 നേരം നിസ്കാരം കറക്റ്റാക്കണം. അല്ലാഹുവിന്റെ ഖുർആനിന്റെ കൽപ്പനയാണ്. എന്നിട്ടതിനെ വിശദീകരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസ്, 5 വക്ത് നിസ്കാരത്തിന്റെ മേലെ ആരെങ്കിലും കൃത്യനിഷ്ഠ പുലർത്തിയാൽ അക്രമഹുല്ലാഹു ബിഖംസി സാൽ, 5 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു അവനെ ബഹുമാനിക്കും. 5 ആദരവുകൾ അല്ലാഹു ഈ നിസ്കരിക്കുന്നവർക്ക് നൽകും. 5 ആദരവുകൾ. അതിൽ നമ്മൾ എത്ര ചർച്ച ചെയ്തു? 5 ആദരവുകൾ അല്ലാഹു നൽകും. അതിൽ എത്ര നമ്മൾ ചർച്ച ചെയ്തു? 4 നമ്മൾ ചർച്ച ചെയ്തു. 5ാമതായി അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ ഓടിച്ചെന്ന് പറയുകയാണ്. ഒരുപക്ഷേ കേൾക്കാത്തവരുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, റഫഅല്ലാഹു അൻഹു, 1ാമത്തെ ആദരവ്, കൃത്യമായി നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു 5 ബഹുമതി നൽകും. നമ്മളൊക്കെ അതിൽ കിട്ടാൻ ബാധ്യസ്ഥരാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. 1ാമത്തെ ആദരവ്, അത് ഓരോ ആഴ്ചയും നമ്മൾ ഓരോന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്ന് എളുപ്പത്തിൽ ഒന്ന് പറയുകയാണ്. 1ാമത്തെ ആദരവ്, റഫഅല്ലാഹു അൻഹു മിനൽ ഐശ്, ജീവിതത്തിന്റെ പ്രയാസങ്ങള്, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകള്, ജീവിതത്തിന്റെ ഇടങ്ങേറുകളിൽ നിന്ന് അല്ലാഹു അവനെ കാത്തുരക്ഷിക്കും. അത്തരത്തിലൊരു സാഹചര്യം വന്നാൽ പടച്ചറബ് അവനെ പ്രത്യേകം പ്രശംസിക്കും. 1ാമത്തെ ആദരവ് നമുക്ക് വേണ്ട കാര്യമാണ്. 2ാമത്തെ ആദരവ്, റഫഅല്ലാഹു അൻഹു അദാബൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു അവനെ കാത്തുരക്ഷിക്കും. ഖബറിന്റെ എല്ലാ പേടിപ്പെടുത്തുന്ന അവസ്ഥകളിൽ നിന്ന് അല്ലാഹു അവനെ കാത്തുരക്ഷിക്കും. അത്തരത്തിലൊരു സാഹചര്യം വരാതെ അല്ലാഹുവിന്റെ തിരുനോട്ടമുള്ള ഖബറാകും. മൂന്നാമതായി ഒഴുകിയ കിതാബഹു യമീനിഹി, നാളെ പാരത്രിക ലോകത്ത് വലങ്കയിൽ കിതാബ് കിട്ടും. 2 രീതി കിതാബ് കൊടുക്കുന്നതിനെ കൊണ്ട് മലക്കുകൾ വന്നിട്ട് ഫ്രണ്ടിലൂടെ വന്നിട്ട് വലങ്കയിൽ കൊടുക്കും, ബാക്കിലൂടെ വന്നിട്ട് ഇടങ്കയിൽ കൊടുക്കുന്നവരുമുണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ട് ഞാൻ കൊണ്ട് കിടക്കുന്നില്ല. 4ാമത്തെ ബഹുമതി നമ്മൾ ചർച്ച ചെയ്തു. എന്റെ 4ാമത്തെ ബഹുമതി, വിചാരണയില്ലാതെ സ്വർഗ്ഗം കിടക്കാൻ പറ്റും. വിചാരണയില്ലാതെ, വിചാരണകൾക്ക് ഒരു നേരിയ വിചാരണ മാത്രമേ അവർ കാണുകയുള്ളൂ. അത് തന്നെ അവനൊരു ബുദ്ധിമുട്ടാവില്ല. അത് അവനൊരു എളുപ്പം, വളരെ എളുപ്പത്തിലുള്ള വിചാരണ. ഇങ്ങനെ 4ാമത്തെ ബഹുമതി. 5ാമത്തെ ബഹുമതി, അല്ലാഹുവിന്റെ തിരുദൂതൻ പറയുകയാണ്, ആർക്കാണ്? നിസ്കാരം കറക്റ്റായി നിർവഹിക്കുന്നവർക്ക്. ഏത് തിരക്കിന്റെ ഇടയ്ക്കും അതേ ഒരു 4 മിനിറ്റ് പടച്ചറപ്പിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കുന്നവർ ഒരു 24 മണിക്കൂർ 24 മിനിറ്റ് 24 ഏകദേശം
ശേഷം അല്ലാഹുവിന്റെ തിരുദൂതൻ പറയുകയാണ് 24 മിനിറ്റ് ഒരു ദിവസം അതേ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചാൽ 24 മണിക്കൂർ നിൽക്കാൻ പറയുന്നില്ല. 24 മണിക്കൂർ നിൽക്കണം. 24 മണിക്കൂർ 24 മിനിറ്റ് നിസ്കരിച്ചാൽ അതും ഒറ്റയ്ക്ക് ഒരു സമയത്ത് 24 മിനിറ്റ് നിസ്കരിക്കണം. 4 മിനിറ്റ് ഒരു നിസ്കാരത്തിന് മാറ്റിവെച്ചാൽ നമ്മുടെ എവിടുത്തെ മുസ്ലിം എങ്ങനെ നമ്മൾ മരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പട്ടിക്കാട്ടിലോട്ട് വരും? നിങ്ങൾ ചിന്തിക്ക്. സമയം 24 മണിക്കൂറിൽ 24 മിനിറ്റ് നിസ്കരിച്ചാൽ ഫർദായ എനിക്ക് വേണ്ടി ഞാൻ അതേ കൽപ്പിക്കുന്നുള്ളൂ. പിന്നെ സുന്നത്തുകൾ വേണം, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി, വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി. പക്ഷെ നിർബന്ധമായി നിസ്കരിച്ചാൽ മതി. അത് 24 മണിക്കൂർ 24 മിനിറ്റ് വേണ്ടി ചെലവഴിച്ചാൽ മതി. അത് പല സമയത്ത് പ്രഭാതത്തിൽ 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, പിന്നെ മധ്യാഹ്നത്തിൽ ഒരു 5 മിനിറ്റ്, പിന്നീട് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്ന സമയത്ത് 5 മിനിറ്റ്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 5 മിനിറ്റ്, ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ്. എന്തിനു വേണ്ടിയാണ്? എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി. ഞാൻ നിനക്ക് വെള്ളം തരുന്നില്ലേ, ഭക്ഷണം തരുന്നില്ലേ, നിനക്ക് ഞാൻ ഓക്സിജൻ തരുന്നില്ലേ, വസ്ത്രം തന്നില്ലേ, ഒരുപാട് വയറ്റിൽ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ല, ഒരു നൂല് പോലും നീ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയുള്ള നിനക്ക് ഞാൻ എന്തൊക്കെ തന്നു, എന്തൊക്കെ തന്നു മക്കളെ, നിനക്ക് സഹകരണം ഞാൻ തന്നു, നിനക്ക് ഞാൻ വേണ്ട സ്വത്തുക്കൾ തന്നു. ലോകത്തെ ഏറ്റവും വലിയ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യമായ ആരോഗ്യം നിനക്ക് ഞാൻ തന്നു. ആരോഗ്യം തറവാട് സ്വന്തം, അത് ഞാൻ തന്നതല്ലേ, ഞാനല്ലേ തന്നത്. അങ്ങനെയുള്ള ഒന്ന് സ്മരിക്കുന്നതിന് വേണ്ടി 24 മണിക്കൂർ 24 മിനിറ്റ് മാറ്റിവെക്കാൻ നിനക്ക് സമയമുണ്ടെങ്കിൽ ഏറ്റവും വലിയ അത് നമ്മളൊക്കെ അതിനെക്കാളും എന്റെ വാക്കല്ല, എന്റെ വാക്കല്ല, നിങ്ങൾ അങ്ങോട്ട് പറയുന്നത് എന്റെ വാക്കല്ല. ഏറ്റവും വലിയ നന്ദി കണ്ടവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമിഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് വിശ്വാസികളെ, നിസ്കരിക്കാത്ത മനുഷ്യൻ അവരിലേക്ക് കൊണ്ടുവച്ച് കഴിക്കാൻ മയ്യത്ത് കിബിലയ്ക്ക് നേരെ തിരിച്ചു കിടക്കും. എല്ലാ മയ്യത്തുകളും കിബിലയ്ക്ക് നേരെ നമ്മൾ തിരിച്ചു കിടക്കും. അവരുടെ കണ്ടില്ലേ, മയ്യത്ത് കിബിലയ്ക്ക് നേരെ വെക്കൽ നിർബന്ധമാണ്. ഇനി കബറടക്കം കഴിഞ്ഞ് ഇവിടെ അങ്ങനെ ഒരാൾ ചിന്തിക്കുന്നു, നമ്മളെ ഉമ്മച്ച് വളരെ മാപ്പിച്ച് മറന്നിരിക്കുമ്പോൾ മയ്യത്ത് കിബിലയ്ക്ക് നേരെ അല്ല മുറിയിരിക്കുന്നത് ഒരാൾ സംശയം പറഞ്ഞാൽ ആ കബറ് പിന്നെ തോന്നണം. നിർബന്ധം ആ മുഖം കിബിലയ്ക്ക് നേരെ ഇരിക്കണം. ഇതാണ് എന്തിനാണ് ആ കിബിലയ്ക്ക് നേരെ വെക്കുന്നത്? ജീവിതത്തിന്റെ എല്ലാം കഅബാലയമുണ്ടല്ലോ, നിങ്ങളൊക്കെ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. ആ കഅബാലയത്തിലേക്ക് മുഖം ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോ ആ മയ്യത്തിന് കിട്ടുന്ന സുഖം, ആ മയ്യത്തിന് കിട്ടുന്ന ആ ഒരു അനുഭൂതി എനിക്ക് വർണ്ണിച്ചു തീർക്കാൻ സാധ്യമല്ല. അതൊക്കെ മരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അനുഭവിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എന്നാൽ അല്ലാഹുവിന്റെ തിരുദൂതൻ പറയുകയാണ്, നിസ്കരിക്കാത്ത ഒരു മനുഷ്യന്റെ മയ്യത്താണ് കൊണ്ടുപോയി അടക്കി പിരിഞ്ഞതെങ്കിൽ അല്ലാഹുവേ കിബിലയ്ക്ക് നേരെ വെച്ചിട്ട മുഖമുണ്ടല്ലോ, ആ മുഖം കിബിലയ്ക്ക് നേരെ ഇരിക്കാൻ മലക്കുകൾ സമ്മതിക്കൂല. തിരുദൂതൻ പറയുകയാണ്, അതേ അടക്കി പിരിഞ്ഞ ആളുകൾ മാറുമ്പോ അല്ലാഹുവിന്റെ അദാബിന്റെ മലക്കുകൾ വരുന്നു. എന്നിട്ട് പറയുന്നു, കിബിലയ്ക്ക് നേരെ മുഖം വരുന്നപ്പോ നിനക്ക് സുഖമുണ്ടല്ലേ, അനുഭൂതിയുണ്ടല്ലേ, എന്നാൽ എടോ നീ ഇതിന് അർഹനല്ല, നിനക്കിതിന് അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് റബ്ബേ ആ മനുഷ്യന്റെ തല പിടിച്ച് പെരടി പിടിച്ച് ഒരു തിരുപ്പങ്ക് തിരിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ
അവൻ നാളെ മനുഷ്യരിലേക്ക് ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞ് കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും ഇവിടെ ഇങ്ങനെ തടകിക്കൊണ്ടുവരുന്നു. എന്തേ മലക്കന്ന് പിടിച്ച് തിരിച്ചൊരു തിരിപ്പുണ്ടല്ലോ, അതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേദനിച്ചുകൊണ്ടാണ് മനുഷ്യരിലേക്ക് നിസ്കാരം ഉപേക്ഷിച്ച മനുഷ്യൻ വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അല്ലാഹു അക്ബർ. നമസ്കാരം അത് കറക്റ്റായിട്ട് നിസ്കരിക്കുക. ഓരോരുത്തരുടെ സമയം ഇതിന്റെ മുന്നിൽ ശേഷം എപ്പോഴെങ്കിലും അങ്ങനെയല്ല. നിസ്കാരം ഖുർആനിന്റെ കൽപ്പനയാണ്. നിസ്കരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ മാത്രം നിസ്കരിച്ചാൽ പോരാ, നമ്മളെ അല്ലാഹു ഒരാളെ ഏൽപ്പിച്ചു നൽകുന്നു. പ്രിയപ്പെട്ട വിവാഹിതരെ, നമുക്ക് അല്ലാഹു ഏൽപ്പിച്ചു തന്ന ഒരാളുണ്ട്, കുടുംബിനി. ആ കുടുംബിനിയുടെ വിഷയവും കുടുംബനാഥനോട് അല്ലാഹു ചോദിക്കും. അവളെ നിസ്കരിപ്പിക്കണം. അവൾ നിസ്കരിക്കുന്നവരാണ്. കെട്ടിയൊന്ന് ഭർത്താവ് ഹസ്ബൻഡ് നല്ല നിസ്കാരമോ കാര്യങ്ങൾ ഭാര്യ നിസ്കരിക്കണമല്ലോ. എന്നോടായിരിക്കും ആദ്യം ചോദിക്കുക, ഇവളെ നിനക്ക് ഏൽപ്പിച്ചു വെച്ചില്ലേ? വാപ്പാടെ നോക്കി കൈ പിടിച്ചു കൊടുത്തപ്പോൾ പിന്നീട് നിനക്ക് ആ ഭാര്യയോടുണ്ടായ മക്കളുണ്ടല്ലോ, ആ മക്കളുടെ വിഷയത്തോട് ചോദിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നിസ്കാരം നമ്മൾ നിസ്കരിക്കണം. നമ്മുടെ ഭാര്യ അതിന് ക്വാളിറ്റി നിസ്കരിച്ച് ഭാര്യ അതേപോലെ നമ്മളും നമ്മുടെ മക്കളും ഒക്കെ എഴുന്നേറ്റ് നിസ്കരിച്ച് ഒരല്പനേരം വീടിന്റെ മഹിമ, ആ വീട്ടിലെ സമാധാനം, ആ വീട്ടിലെ സന്തോഷം എത്ര വലുതായിരിക്കും, എത്ര വലുതായിരിക്കും. അല്ലാഹു അങ്ങനെ ഉൾപ്പെടുത്തി നമ്മുടെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെയാണ്. പിന്നെ നമ്മുടെ ജീവന വിദ്യാഭ്യാസം ഇറങ്ങണം. അതെല്ലാം ഇബാദത്താ. സുബഹി നിസ്കരിച്ചിട്ട് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം ഇബാദത്താണ്. എന്റെ ഓഫീസിലേക്ക് പോവുകയാണ്, ഇബാദത്താണ്. ഓരോ നടത്ത ഇബാദത്താണ്. സുബഹി നിസ്കരിച്ച് അല്ലാഹുവിനോട് നിവേദനം കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോകുന്നത്. ഏത് തസ്തികയിലിരിക്കട്ടെ, ആ പോകുന്നല്ലോ പോകുന്ന വഴി മരിച്ചുപോയി. സ്വർഗത്തിലേക്ക് ആർക്കാണ് സ്വർഗം കൊടുക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, തിരുദൂതർ പറയുകയാണ്, അതേ സിറാത്ത് നരകത്തിന്റെ കുറുകെ വലിച്ചു കെട്ടിയൊരു പാലമുണ്ട്. നരകത്തിന്റെ കുറുകെ വലിച്ചു കെട്ടിയൊരു പാലമുണ്ട്. അതിന്റെ പേരാണ് സിറാത്ത്. അതിന്റെ പേരാണ് സിറാത്ത്. കാണാം. അതുകൊണ്ടല്ലേ മരിച്ചുപോയൊരു മനുഷ്യന് തലയ്ക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുന്നത് മരണം നീ പ്രാപിച്ചു കഴിഞ്ഞു. ഇനി പലതും വരാനുണ്ട്. എല്ലാം യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടില്ലേ എന്ന് പറഞ്ഞിടക്കുന്നത് കേട്ടില്ലേ? ആ സിറാത്ത് എന്ന് പറയുന്നത് നരകത്തിന് കുറുകയാ. അല്ലാഹുവേ, നരകത്തിന്റെ വീതി വർണ്ണിക്കാൻ സാധ്യമല്ല. സ്വർഗത്തിൽ പോകുന്നവരും നരകത്തിന്റെ ആ പാലത്തിലൂടെ നടന്നു വേണം പോകാൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാപ്പാ അല്ലാഹുവിന് ഈ നരകത്തിന്റെ മേളിൽ കൂടെ സ്വർഗത്തിൽ കൊണ്ടുവന്നത്? അങ്ങനെ സ്വർഗത്തിന്റെ മഹത്വം മനസ്സിലാക്കും. നരകം കണ്ടിട്ട് വേണം ഒരു വിശ്വാസം കാണുമ്പോഴേ സ്വർഗം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നരകത്തിന്റെ പുറത്തുകൂടി ഒരു നടത്തമുണ്ട്. അല്ലാഹുവേ, തിരുനബി പറയുകയാണ്, മുഖം കുത്തിയിട്ട് നടക്കുന്നവരുണ്ട്, തല കുത്തിയിട്ട് കാല് മേപ്പോട്ടായി നടക്കുന്നവരുണ്ട്, നിലവിളിച്ച് നടക്കുന്നവരുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പരീക്ഷകൾ വാങ്ങി തിന്നു. അല്ലാഹുവേ, പലിശയ്ക്ക് പണം കൊടുത്തു, പലിശ വാങ്ങിയിട്ട് തിന്നു. അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്ത് അതിന്റെ പലിശ ഇങ്ങനെ വാങ്ങി കഴിക്കുന്നവരുണ്ട്. അവരൊക്കെ റബ്ബേ നാളെ വലിച്ചെടുക്കുന്ന വയറുമായിട്ട് വലിച്ചെടുച്ചുകൊണ്ട് വയറിന് ഹിമാലയ പർവ്വതം പോലുള്ള വയർ, ആ വയറിങ്ങനെ വലിച്ചെടുച്ചുകൊണ്ടാണ്
അറിയിക്കും. സിറാത്തിന്റെ മേടിലൂടെ അവനെ നടത്തുന്നത്. പകുതി വഴിയിൽ അവൻ ജഹന്നമിൽ മറിഞ്ഞു വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ തിരുദൂതൻ പറയുകയാണ്, 5 വഖത്ത് നിസ്കാരം കറക്റ്റായി നിർവഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അല്ലാഹു അവസാനമായി 5ാമത്തെ ആഗ്രഹമായി നൽകുന്നത് സിറാത്തിന്റെ പുറത്തുകൂടി, പാലത്തിന്റെ പുറത്തുകൂടി മിന്നൽ പിണറുപോലെ അവനങ്ങ് സ്വർഗ്ഗം കടക്കും. ലക്ഷക്കണക്കിന് കിലോമീറ്റർ താണ്ടുന്ന പാലമാണ് സിറാത്ത്. കാണാൻ പോവുകയാണ്. കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിക്കാൻ എല്ലാം കണ്ടുകൊണ്ട് ഖബറിൽ കിടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് വിശ്വാസികളെ, റസൂലുള്ളാഹി ഉപയോഗിച്ച വാക്ക് കണ്ടോ? അവനെങ്ങനെയാ സ്വർഗ്ഗം കിടക്കുന്നത്? നിസ്കാരം കറക്റ്റായി നിർവഹിച്ച മനുഷ്യന്റെ 5ാമത്തെ ആദരവ്, അള്ള കൊടുക്കുന്ന ആദരവ്, സിറാത്ത് പാലത്തിലൂടെ മിന്നൽ പിണറുപോലെ അവൻ സഞ്ചരിക്കും. അതേ പുഞ്ചിരിച്ചുകൊണ്ട് സഞ്ചരിക്കും. എന്തൊരു മഹത്വമാണ്! അല്ലാഹുവിന്റെ റസൂൽ സിറാത്ത് റസൂൽ പറയുകയാ, ഞാൻ ഏറ്റവും കൂടുതൽ മനുഷ്യരെ തിരഞ്ഞെടുക്കേണ്ട ഒരു ഘട്ടം സിറാത്ത് പാലമാ. അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, നബിയേ, നാളെ മനുഷ്യരെ ഞാൻ തങ്ങളെ എവിടെയാണ് തിരയേണ്ടത്? തങ്ങളെ എവിടെ വന്നാൽ കാണാൻ പറ്റും നബിയേ? ഈ സമയത്ത് റസൂൽ പറയുക, മോനെ അനസേ, മോനെ അനസേ, 3 സ്ഥലങ്ങളിൽ ഞാൻ ഉണ്ടാകും. നാളെ മനുഷ്യരെ 3 സ്ഥലങ്ങളിൽ ഞാൻ ഉണ്ടാകും. ഒന്നാമത്തെ സ്ഥലം നന്മതിന്മ തൂക്കുന്ന ഘട്ടമാണ്. അവിടെ ഞാൻ ഇങ്ങനെ പോയി നിൽക്കും. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്, പരാജയപ്പെടുത്തല്ലേ അല്ലാ, സലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ സ്വലാത്തിന്റെ ഞാൻ എനിക്ക് രക്ഷപ്പെടുത്തും. അവിടെ ഞാൻ ഉണ്ടാകും. രണ്ടാമത് ഞാൻ ഉണ്ടാകുന്നത് ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുന്ന സ്ഥലമുണ്ട്. ആ പാലിനേക്കാൾ വെളുപ്പുള്ള തേനിനേക്കാൾ മധുരമുള്ള വെള്ളമുണ്ടല്ലോ ഹൗദുൽ കൗസർ. വിശുദ്ധ ഖുർആൻ കോരിട്ട് പറയുന്ന ഹൗദുൽ കൗസർ. ആ ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാകും. എന്നെ അവിടെ കാണാം. മൂന്നാമതൊരു സ്ഥലമുണ്ട് പോലെ, ഞാൻ അവിടെ വിഷമിച്ചു നിൽക്കുന്ന സ്ഥലമാണ്. അതേതെന്നറിയുമോ? സിറാത്ത് പാലമാണ്. ഞാൻ ആ പാലത്തിന്റെ സൈഡിൽ എന്റെ സമുദായത്തിൽ പെട്ടവരിങ്ങനെ കൊണ്ടുപോകുമ്പോ, മരങ്ങൾ തെളിച്ചു കൊണ്ടുപോകുമ്പോ, ഞാൻ ആ പാലത്തിന്റെ സൈഡിൽ നിന്ന് റബ്ബി സജ്ജിൻ 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 റബ്ബി സജ്ജിൻ റബ്ബി സജ്ജിൻ എന്നിങ്ങനെ ഞാൻ പറയും. മനസ്സേ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യരെ ബഹുഭൂരിപക്ഷം ആളുകളും പാലത്തിലൂടെ നടക്കുമ്പോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടാനുണ്ട്, ആയിരക്കണക്കിന് വർഷം നടക്കാനുണ്ട്. 5 മിനിറ്റല്ല, 1 മാസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, 10 വർഷമല്ല, 100 വർഷമല്ല, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ, 10,000 ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടപ്പെടുന്നത് പാലത്തിന്റെ പുറത്തുകൂടി. പലരും ആ പാലത്തിൽ നിന്ന് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ പാലത്തിൽ മിന്നൽ പിണർ പോലെ പോകുന്ന കക്ഷികളുണ്ട്. ആരെന്നറിയുമോ? നിസ്കരിക്കുന്നവരാ. മിന്നൽ പിണർ. നിങ്ങൾ നോക്കി, സൂര്യൻ ഈ ഭൂമിയിൽ നിന്ന് സൂര്യന്റെ കിലോമീറ്റർ അവസാനിപ്പിക്കുന്നു. 14,94,84,000 കിലോമീറ്ററാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം. 14,84,96,000 കിലോമീറ്റർ. ആ സൂര്യന്റെ പ്രകാശം അത് ഭൂമിയിലെത്താൻ നമ്മൾ ആലോചിച്ചു. ഭൂമിയിലെത്താൻ എത്ര സമയം വേണ്ടി? പ്രകാശത്തിന്റെ പവർ. ഇവിടെയാണ് മുഹമ്മദ് റസൂലുള്ള പ്രകാശം മിന്നൽ പിണർ പോലെ, പ്രകാശം പോലെ കടന്നു പോകുന്നു മുഹമ്മദ് മുസ്തഫ. സൂര്യന്റെ പ്രകാശം ഈ ഭൂമിയിലെത്താൻ 14,96,84,000 കിലോമീറ്റർ. ആ കിലോമീറ്ററിനെ ഭേദിച്ച് സൂര്യന്റെ പ്രകാശം ഈ ഭൂമിയിലെത്താൻ 4 മിനിറ്റും 8 സെക്കൻഡ്. 4 മിനിറ്റും 8 സെക്കൻഡ് കൊണ്ട് സൂര്യന്റെ പ്രകാശം 14 കോടി കിലോമീറ്റർ ഭേദിച്ച് ഭൂമിയിലെത്തുന്നു. ഒരു പ്രകാശത്തിന്റെ 1 സെക്കൻഡ് 2 ലക്ഷത്തിലധികം കിലോമീറ്റർ. ഒറ്റ സെക്കൻഡിൽ 2 ലക്ഷത്തിലധികം കിലോമീറ്റർ സഞ്ചരിക്കും. ഏത് പ്രകാശം? ഇവിടെ മുഹമ്മദ് റസൂൽ പറഞ്ഞത്, ഇവിടെ
എന്താ പറഞ്ഞത്? സിറാത്ത് എങ്ങനെ കടക്കും? മിന്നൽ പിണർ പോലെ, പ്രകാശം പോലെ കടന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ സംശയിച്ചു, അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന പ്രകാശത്തിന്റെ പവറുകൾ ചിന്തിക്കും. അതുകൊണ്ടാണ് മലക്കുകളെ മൊത്തം പ്രകാശത്താൽ അല്ലാഹു സൃഷ്ടിച്ചു. നിമിഷം നേരം കൊണ്ട് എല്ലാം കേട്ടു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നിസ്കരിക്കുന്നവരാണ്. 5 ബഹുമതികളോട് കൂടിയാണ്. ആ 5 ബഹുമതിയല്ല, ഈ 5 കാര്യം കേട്ടവരുണ്ട്. അവരോടൊക്കെ പറയുന്നു നിസ്കാരം ഒഴിവാക്കരുത്. അത് ഒഴിവാക്കി പോയി. അതുകൊണ്ടാണ് പിരിയുന്ന സമയത്ത് തൊണ്ട കുഴിയിൽ അല്ലാഹുവിന്റെ റസൂൽ വിട പറയാൻ പോവുകയാണ്. എന്റെ സമുദായമേ, അത് എനിക്ക് അവസാനമായി പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ വിരമിക്കുന്നു. ഒരു സഹോദരൻ